നമസ്കാരം. ഈ ദിവസത്തെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം കൊല്ലത്തേക്കാണ് പോകുന്നത്. മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു. സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. നമ്മൾ ആദ്യം വിചാരിച്ച് വണ്ടിയുടെ എന്തോ പ്രശ്നമാണെന്ന്. അപ്പോൾ പിന്നെ സ്ലോ ചെയ്തപ്പോൾ എൻ്റെ വണ്ടി ഒരു വശം കൊണ്ടങ്ങ് പൊങ്ങാൻ തുടങ്ങി. ഇതൊക്കെ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇട്ട് ഇറങ്ങി ഓടി. എല്ലാവരും ഇറങ്ങി ഓടുകയോ ചെയ്തത്. പിറകിലുള്ള സ്കൂൾ ബസ്സിലും ഒക്കെ കുട്ടികളുണ്ടായിരുന്നു. മുമ്പിൽ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. ഓട്ടോക്കാരൻ പെട്ടെന്ന് അങ്ങ് ഓടിച്ചു പോയി. അപ്പം അയാൾ എത്തി കഴിഞ്ഞിട്ട് അത് പൊട്ടി തുടങ്ങിയത്. इन्वेस्टिगेट करके विल गेट बैक टू यू ऑन दिस थिंग. ठीक है. And our endeavor is to make good road. Yes, this is unfortunate, but our endeavor is to make good road. ठीक है. And we will continue to make this good road. This setback will not actually pull us back. We'll learn from it and improve and make better roads. As of जी हम लेते हैं. That's a standard safety procedure. We take it. These all safe standard methods are there. We always take that. ठीक है. No, that's not true. No, that's not true. That's not true. That's not true. No, yes, we are following. See, as far as possible, we are following as much safety possible as safety precautions. We are taking it. They are also complaining that there no kind of supervision. That's wrong. That's wrong. You think without supervision so much kilometer road has come up like that? Proper way. Do you think it has come up? How many proper? It is very much proper. One odd incident doesn't make it improper. So from your first visit, what is the No. solution? No, let the investigation team come and tell us. Rebuilding this road. Yes, obviously we'll rebuild it. Obviously, we'll not leave it as it is. We'll definitely take corrective measures and build a better one. Yes. My name is Jambaz. I'm the regional officer here. We'll have to wait and see. We'll have to wait. It's just that it's weird to happen. No? We'll have to wait and see. Thank you. ഞാൻ വിളിക്കുന്നേ ഉള്ളൂ. നാളെ പ്രോജക്ട് ഡയറക്ടറുമായിട്ട് സംസാരിക്കും. കൺസ്ട്രക്ഷൻ കമ്പനി അതിൽ വരും. പക്ഷേ പ്രോജക്ട് ഡയറക്ടറുമായിട്ട് ഞാനൊരു ഡിസ്കഷൻ നടത്തും. അതെ അവർ ചോദിച്ചിട്ടുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയോട്. പറഞ്ഞല്ലോ ഇതിനേക്കാളും ബെറ്റർ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അത് നോക്കാം. ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ ഇപ്പോൾ ഉണ്ടായ സംഭവം അത് ഒരു തരത്തിൽ പോലും അത് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉറപ്പായും തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കാരണം ഇത്തരത്തിൽ എല്ലാ സേഫ്റ്റി മെഷേഴ്സും അടക്കം പരിശോധിച്ചാണ് ദേശീയപാത അടക്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായെന്ന കാര്യത്തിൽ പരിശോധന ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ദേശീയപാത അതോറിറ്റി നടത്തും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഉടൻ തന്നെ പുനർനിർമ്മിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. പക്ഷേ അതിന് എത്ര ദിവസം എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അതേസമയം തന്നെ ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതായത് കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെയും അടക്കമുള്ളവരെ യോഗം നാളെ തന്നെ വിളിച്ചു ചേർത്തിരിക്കുകയാണ് ജില്ലാ കളക്ടർ. ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത ഈ കാര്യങ്ങൾ വരുത്തും. കാരണം കൺസ്ട്രക്ഷൻ കമ്പനി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു എന്താണ് സംഭവിച്ചത്, ഇതിൽ എന്താണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തത വരുത്താനാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. എന്തായാലും ഈ സ്ഥലത്ത് ഇപ്പോഴും ഈ വാഹനങ്ങൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ ഈ ഗതാഗത പ്രശ്നം ഉണ്ടാകാതിരിക്കാനുമുള്ള ഒരു ക്രമീകരണം ഇപ്പോൾ നടത്തുകയാണ്. അദ്ദേഹം ആദ്യം ഇവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്, അത്തരത്തിലൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ എന്ത് സംഭവിച്ചു, ഇക്കാര്യങ്ങളിൽ എന്താണ് ഉണ്ടായത് എന്നീ കാര്യങ്ങളിൽ അന്വേഷണവും പരിശോധനയും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഏതായാലും ഇതിനേക്കാൾ മികച്ച റോഡായിരിക്കും നിർമ്മിക്കുക. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്, പോരായ്മകൾ മാറ്റും. അതുമായി ബന്ധപ്പെട്ട അന്വേഷണ പരിശോധനയും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉറപ്പായും തന്നെ ഉണ്ടാകുമെന്ന കാര്യം കൂടി ഈ ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസർ വ്യക്തമാക്കി. അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം മൈലക്കാടാണ് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത റോഡ് ഇടിഞ്ഞു താഴ്ന്നത്. സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഒപ്പം ജില്ലാ കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്.
മറ്റൊരു വാർത്തയിലേക്ക്. ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ബലാത്സംഗ കേസ് നിലനിൽക്കില്ല എന്നും പരാതി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ഹർജിയിൽ പറയുന്നു. രാഹുലിനായി പ്രത്യേക SIT തമിഴ്നാട് കർണാടക അതിർത്തികളിൽ പരിശോധന നടത്തി. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ബലാത്സംഗ കേസ് നിലനിൽക്കില്ലെന്നും പരാതി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും ഹർജിയിൽ പറയുന്നു. മുൻകൂർ ജാമ്യ ഹർജിയുടെ പകർപ്പ് 24 ലഭിച്ചു. അതിജീവിത പരാതി നൽകിയത് ശരിയായ ദിശയിലല്ലെന്നും പരാതി നൽകാൻ വൈകിയെന്നും ഹർജിയിൽ പറയുന്നു. അന്വേഷണവുമായി താൻ സഹകരിക്കും, അറസ്റ്റ് തടയണമെന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ രാഹുൽ ആവശ്യപ്പെട്ടു. രാഹുൽ മംഗലാപുരം കേന്ദ്രീകരിച്ച് ഒളിവിൽ കഴിയുന്നതായാണ് അന്വേഷണ സംഘം കരുതുന്നത്. തമിഴ്നാട് കർണാടക അതിർത്തികളിൽ പോലീസ് പരിശോധന നടത്തി. വയനാട്ടിലെ മുത്തങ്ങ, ബാവലി, തോൾപ്പെട്ടി, താളൂർ ഉൾപ്പെടെയുള്ള ചെക്ക് പോസ്റ്റുകളിലാണ് പരിശോധന നടന്നത്. രാഹുലിന്റെ സഹായിയെയും ഡ്രൈവറെയും SIT കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. ഇവരെ പാലക്കാട്ടെത്തിച്ച് തെളിവെടുത്തേക്കുമെന്നാണ് വിവരം. ഇതിനിടെ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാൻ ദൃശ്യം മാതൃകയിൽ മൊബൈൽ ഫോൺ കൈമാറിയതായും SITക്ക് സംശയമുണ്ട്. നേതൃത്വമാകെ തള്ളിപ്പറഞ്ഞെങ്കിലും പതിവ് പോലെ രാഹുലിന്റെ പാലക്കാട്ടെ MLA ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. SITയുടെ കൺവെട്ടത്തുണ്ടെന്ന് പറയുമ്പോഴും കാണാമറയത്താണ് രാഹുൽ. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളിലെ കോടതികളിൽ കീഴടങ്ങിയേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ്. ജയൻ കല്യാശ്ശേരിക്കൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. പരാതി നൽകിയ യുവതിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെയും വാദം കേൾക്കും. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് രാഹുൽ ഈശ്വറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 23-കാരിയായ പെൺകുട്ടിയുടെ പരാതിയിലാണ് G. പൂങ്കുഴലി IPSന് അന്വേഷണ ചുമതല. KPCC DGPക്ക് കൈമാറിയ പരാതിയാണിത്. പരാതി നൽകിയ പെൺകുട്ടിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. മൊഴി നൽകാമെന്ന് പെൺകുട്ടി അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ കൂടി സൗകര്യം കണക്കിലെടുത്താവും മൊഴി രേഖപ്പെടുത്തുന്നത്. അതിജീവിതയുടെ വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച സംഭവത്തിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം 8-ന് പരിഗണിക്കും. വിശദമായ വാദം കേൾക്കുന്നതിനാണ് കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെയും വാദം കേൾക്കും. യൂട്യൂബ് വീഡിയോയിലൂടെ FIR വായിക്കുക മാത്രമാണ് ചെയ്തതെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. സ്ത്രീകൾക്കെതിരെയുള്ള കേസുകളുടെ FIR എങ്ങനെ പബ്ലിക് ഡോക്യുമെന്റ് ആകുമെന്ന് കോടതി ചോദിച്ചു. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതികളിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുലിന്റെ ലൈംഗിക വൈകൃതങ്ങൾ അറിഞ്ഞിട്ടും കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തില്ല എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വൈകിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. പീഡനത്തിനിരയായ അതിജീവിതയിൽ നിന്ന് പരാതി സ്വീകരിച്ച് നടപടിയെടുത്തെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് ഇതാദ്യമാണ്. പീഡന പരാതികൾ നേരിടുന്ന രാഹുലിനെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചുവെന്ന വാദത്തെ ചോദ്യം ചെയ്ത മുഖ്യമന്ത്രി കോൺഗ്രസ് നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചു. ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളിലേ ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകന് ചേർന്നതാണ് ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ, ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ. അതിജീവിതയുടെ പരാതി ലഭിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വൈകുന്നതിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം. തലേ ദിവസം ഈ പെൺകുട്ടി പരാതി കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയായിരുന്നല്ലോ, ഇല്ലേ? അപ്പോൾ ഈ പരാതി കൊടുത്താലുള്ള നടപടികളെക്കുറിച്ചും അറിയായിരുന്നു. ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് നടക്കുമായിരുന്നല്ലോ. ആ അറസ്റ്റൊന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം. അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്ന് മാറ്റിവെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം. രാഹുലിന്റെ അറസ്റ്റ് വൈകുന്നതിന്റെ പേരിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ സംഘടിത വിമർശനങ്ങളെ മുഖ്യമന്ത്രി പരിഹസിച്ചു തള്ളി. അതിലൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അങ്ങക്ക് അറിയായിരിക്കുമല്ലോ എവിടെയാണുള്ളതെന്ന്. അതൊന്ന് പറഞ്ഞാൽ മതി, അതവര് നേരെ പോയിട്ട് പിടിച്ചോളൂ, ഒരു പ്രശ്നമില്ല. അങ്ങക്ക് അറിയാമെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ അറിവോടുകൂടിയാണല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിജീവിതയുടെ പരാതി വന്ന് 9 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോഴും ഒളിവിലാണ്. 24 തിരുവനന്തപുരം. തുടർച്ചയായ 3-ാം ദിവസവും യാത്രക്കാരെ വലച്ച ഇൻഡിഗോ വിമാന കമ്പനി. രാജ്യവ്യാപകമായി 600-ലേറെ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ഇൻഡിഗോ മാപ്പ് പറഞ്ഞു. റദ്ദാക്കിയ സർവീസിന്റെ റീഫണ്ട് നൽകുമെന്നും താമസ സൗകര്യം ഒരുക്കുമെന്നും ഇൻഡിഗോ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി.
ഇൻഡിഗോ പ്രതിസന്ധിയിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ എന്താണ് പിഴവ് സംഭവിച്ചത് എന്ന് പരിശോധിക്കും. ഉത്തരവാദികളെ കണ്ടെത്തി നടപടിയെടുക്കുമെന്നും വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ കൂട്ടിയിരിക്കുകയാണ് മറ്റ് വിമാന കമ്പനികൾ. പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കാൻ അവധി മാനദണ്ഡങ്ങളിൽ DGCA ഇളവ് നൽകി. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് ഇന്ന് 40,000-ന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക്. തിരുവനന്തപുരത്തേക്കാണെങ്കിൽ അത് 30,000-നടുത്താണ്. നാളെയാണെങ്കിൽ 25,000-ആണ് ഇപ്പോഴത്തെ നിരക്ക്. മുംബൈയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമെല്ലാം ഇതുതന്നെ അവസ്ഥ. തിരക്ക് കൂടിയതോടെ വിമാന കമ്പനികളെല്ലാം നിരക്ക് കുത്തനെ കൂട്ടി. दिक्कत बाहर काम करने आए, अभी क्या करेंगे, जो भी पगार सब चला गया टिकट का पीछे. अभी इमरजेंसी ट्रेन में जाएंगे तो हम लोग को 2 दिन जाता है. അനന്തമായി വിമാനം വൈകുമ്പോഴും യാത്രക്കാർക്ക് പ്രത്യേകം സൗകര്യങ്ങളൊന്നും നൽകാൻ ഇൻഡിഗോ തയ്യാറായിരുന്നില്ല. ഇൻഡിഗോയുടെ കുത്തകവൽക്കരണമാണ് സ്ഥിതി മോശമാക്കിയതെന്നും സാധാരണക്കാരനാണ് ഇതിന് വില നൽകേണ്ടി വന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പൈലറ്റുമാരുടെ സമയക്രമത്തിൽ DGCA ചില ഇളവുകൾ ഇന്ന് പ്രഖ്യാപിച്ചു. ഇന്ന് അർദ്ധരാത്രിയോടെ പ്രതിസന്ധി തീർക്കണമെന്നും DGCA ഇൻഡിഗോയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് പൈലറ്റുമാരുടെ സമയക്രമത്തിൽ DGCA പുതിയ ചട്ടം അവതരിപ്പിച്ചത്. ഇത് നടപ്പാക്കാൻ 2 വർഷത്തോളം സമയവും നൽകി. എന്നിട്ടും ഈ വിധമൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൽ ഇൻഡിഗോയുടെ ന്യായവാദങ്ങൾക്ക് ശക്തി പോരാ. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. 2030 വരെ സാമ്പത്തിക സഹകരണത്തിന് സമഗ്ര പദ്ധതികളുമായി ഇന്ത്യയും റഷ്യയും ഭക്ഷ്യസുരക്ഷ, ആരോഗ്യം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. ഇന്ത്യ റഷ്യ സൗഹൃദം ആഗോള വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയ്ക്ക് ചെറു ന്യൂക്ലിയർ റിയാക്ടർ സാങ്കേതികവിദ്യ പുടിൻ വാഗ്ദാനം ചെയ്തു. അമേരിക്കയുടെ അധിക തീരുവ ഉപരോധങ്ങൾക്കിടെയാണ് ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, കുടിയേറ്റം, കൃഷിയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നത്. സാമ്പത്തികം, വ്യാപാരം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം ദൃഢമാക്കുന്നതിന് ഇരു രാജ്യങ്ങളും 8 കരാറുകളിൽ ഒപ്പുവെച്ചു. യൂറിയ ഉൽപാദനത്തിന് ഇന്ത്യ റഷ്യയുമായി സഹകരിക്കും. റഷ്യയുമായി കപ്പൽ നിർമ്മാണ കരാറുകളിൽ ഒപ്പുവെച്ചു. ഇന്ത്യയിൽ പുതുതായി 2 കോൺസുലേറ്റുകൾ ഉദ്ഘാടനം ചെയ്യും. റഷ്യൻ വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യയിൽ 30 ദിവസത്തെ സൗജന്യ വിസ ടൂറിസ്റ്റ് സൗകര്യം ഏർപ്പെടുത്തും. ഭീകരവാദത്തിനെതിരായ പ്രവർത്തനത്തിൽ ഇന്ത്യയും റഷ്യയും ഒന്നിച്ച് പ്രവർത്തിക്കും. യുക്രൈനിൽ സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. आज हमने इस नींव को और मजबूत करने के लिए सहयोग के सभी पहलुओं पर चर्चा की. आर्थिक सहयोग को नई ऊंचाइयों पर ले जाना हमारी साझी प्राथमिकता है. നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആഗോള വെല്ലുവിളികൾ ചർച്ചയായെന്നും ഇന്ത്യക്ക് തടസ്സമില്ലാത്ത ഊർജ്ജ വിതരണം ഉറപ്പാക്കാൻ റഷ്യ തയ്യാറെന്നും വ്ളാഡിമിർ പുടിൻ. In the joint statement that we've adopted with Mr. Modi, we've delineated the priority objectives on the further reinforcements of our ties in the politics and security, economy, trade, in humanitarian and cultural spheres. 2030 100 ബില്യൺ വ്യാപാരമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രിയെ തന്റെ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ച പുടിൻ റഷ്യൻ പ്രതിനിധി സംഘത്തിന് ഇന്ത്യ നൽകിയ ആതിഥേയത്വത്തിന് നന്ദി അറിയിച്ചു. 24 ഡൽഹി. തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പഞ്ചായത്തിലോട്ട് co-sponsored by വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. സമീപകാല തിരഞ്ഞെടുപ്പുകളിലെ സജീവ വിഷയങ്ങളിലൊന്നാണ് ജമാഅത്തെ ഇസ്ലാമി ബാന്ധവം. ഇത്തവണയും അതിന് മാറ്റമില്ല. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആരോപണം കടുപ്പിച്ച് രംഗത്ത് വന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി UDF അവിശുദ്ധ കൂട്ടുകെട്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. 4 വോട്ട് കിട്ടാൻ നാടിന്റെ പാരമ്പര്യം കോൺഗ്രസ് പണയം വെക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി വന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം അനുഭവങ്ങളുടെ വെളിച്ചത്തിലെന്ന് പാണക്കാട് സാദിഖ് അലി തങ്ങൾ തിരിച്ചടിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ പരസ്യമായ രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാനാണ് കോൺഗ്രസും UDFും ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് തയ്യാറായിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി മറ്റ് മുസ്ലിം വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് പോലുള്ള ഒരു പ്രവർത്തന രീതിയല്ല സ്വീകരിക്കുന്നത്. അങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുക എന്നത് അങ്ങേയറ്റം ആത്മഹത്യാപരമായ നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഏത്
പശ്ചാത്തലത്തിൽ അതിന് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടൊന്നും UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഒരുപക്ഷെ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കും മുഖ്യമന്ത്രി അത് പറഞ്ഞത്. കാരണം അവരും ജമാഅത്തുമായിട്ടൊക്കെ ബന്ധം നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതപ്പോൾ അവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ. ഇനി ശബരിമല വിശേഷങ്ങൾ. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നു. ഇന്നലെ 84,872 പേർ മല ചവിട്ടി. ഇന്ന് വൈകിട്ട് 5 മണിവരെ 60,000-ന് മുകളിൽ ഭക്തർ സന്നിധാനത്തെത്തി. ഇന്നും നാളെയും സന്നിധാനത്ത് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിൽ ഉച്ചഭക്ഷണമായി കേരള സദ്യ നൽകാൻ തീരുമാനമായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. എന്നാൽ എന്നു മുതൽ കൊടുക്കും എന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല എന്നും K. ജയകുമാർ പറഞ്ഞു. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ സർക്കാരിനും ഗവർണർക്കും അന്ത്യശാസനവുമായി സുപ്രീംകോടതി. ഇരു കൂട്ടർക്കും സമവായത്തിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ തങ്ങൾ നിയമനം നടത്തുമെന്ന് സുപ്രീംകോടതിയുടെ മുന്നറിയിപ്പ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിയുമായി മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ B. അശോക്. ഹർജി സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് നിയമം അയോഗ്യത പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം ഉന്നതരിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് ഹൈക്കോടതി. കേസിൽ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ച് N. വാസു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ A. പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയുണ്ടാകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജയിലിൽ നിന്ന് പുറത്തുവന്നാലും ഇല്ലെങ്കിലും നടപടിയെടുക്കുമെന്നും MV ഗോവിന്ദൻ. ഇതോടെ വാർത്താസന്ധ്യയുടെ സമയം പൂർണ്ണമാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.